ലാസ്റ്റ് ലാബ് ലെസൺസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഷെയർ ചെയ്യുന്ന ഐഡിയ ഫോർഗെറ്റ് ദി സിലബസ് ആൻഡ് ഫോക്കസ് ഓൺ കീ സ്കോറിംഗ് ഏരിയാസ് എന്നുള്ളതാണ്. നമ്മൾ 1ാം യൂണിറ്റ് തുടങ്ങി 10ാം യൂണിറ്റ് വരെ ക്രമാനുഗതമായിട്ട് പഠിക്കേണ്ട ടൈമൊക്കെ എന്നേ കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഈ ഷോർട്ട് ടൈം സ്പാനിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചെടുക്കാനും അതിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റികളും സ്കോറിംഗ് ഏരിയകളും വ്യത്യസ്തമായിരിക്കും. ചിലർ അനലിറ്റിക്കൽ ലോജിക്കൽ ആയിട്ടുള്ള മൈൻഡ് ഉള്ളവരാവും. അങ്ങനെയുള്ളവർ ലോജിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക്കൽ റീസണിങ്ങും പേപ്പർ 2 ആണെങ്കിൽ അതുപോലെ നിങ്ങൾ അനാലിസിസ് ചെയ്ത് ചില ഷോർട്ട് ഇക്വേഷൻസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ പഠിക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കുകയും സ്കോറിംഗ് ഏരിയകളായിട്ട് അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്നാൽ ചിലർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യേണ്ട ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെയുള്ള ഏരിയകൾ പഠിക്കുന്നതായിരിക്കും താല്പര്യം. അപ്പോൾ അവര് ആ ഏരിയകൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇതിന്റെ അർത്ഥം ബാക്കി യൂണിറ്റുകൾ പഠിക്കേണ്ടെന്നല്ല. 1, 2, 3, 4 എന്നിങ്ങനെ ബോറിംഗ് ആയിട്ട് സിലബസിലെ ഓരോ വാക്കുകൾ പഠിച്ചെടുക്കുന്നതിന് പകരം നിങ്ങളുടേതായിട്ടുള്ള ഫോക്കസ് ഏരിയകൾ നന്നായി പഠിക്കാനായിട്ട് എഫേർട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നടത്തുക. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യ ഏരിയകൾ, ക്വസ്റ്റ്യൻസ് അല്ല, ഫോക്കസ് ഏരിയകൾ സെലക്ട് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. ഇത് ഡെഫിനറ്റ്ലി നെറ്റ് പരീക്ഷയിലെ നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓൾ ദി ബെസ്റ്റ്.